ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് 2.6% ഇടിഞ്ഞതോടുകൂടി കഴിഞ്ഞ 2 മാസത്തെ ഏറ്റവും വലിയ ഇടിവിനാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത്. അമേരിക്കയിൽ നിന്നുള്ള റിസഷനെ സംബന്ധിച്ച ആശങ്കയും മിഡിൽ ഈസ്റ്റിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ യുദ്ധത്തിൻ്റെ ലെവലിലേക്ക് നീങ്ങുന്നതും ജപ്പാൻ്റെ ഇക്വിറ്റി മാർക്കറ്റിൽ വന്ന ഫ്രഷ് സെൽ ഓഫുമാണ് ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. മാർക്കറ്റ് ഇന്ന് ഇടിഞ്ഞെങ്കിലും ക്രൂഷ്യൽ സൈക്കോളജിക്കൽ സപ്പോർട്ടായ 24,000 എന്ന ലെവൽ ക്ലോസിംഗ് ബേസിസിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. വരും സമയങ്ങളിൽ 24,000 തന്നെയായിരിക്കും വളരെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. 24,000 എന്ന ലെവലിനെ മാർക്കറ്റ് ഡിസിസീവായി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 23,625, 23,176 തുടങ്ങിയ ലെവലുകളിലേക്ക് മാർക്കറ്റ് ഇടിയാൻ സാധ്യതയുണ്ട്. അതേസമയം 24,250, 24,350 തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്തേക്കും. വരും സമയങ്ങളിൽ 23,625 വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലായി പ്രവർത്തിക്കും. ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ലെവലാണ് 23,625 എന്ന ലെവൽ. അതുപോലെ തന്നെ 24,400, 24,500 തുടങ്ങിയ ലെവലുകളും മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി വരും സമയങ്ങളിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ വിക്സ് ഇന്ന് 42.23% ഉയർന്ന് 14.32 നിന്നും 20.37 ഉയരുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 7%-ലേറെ ഇടിഞ്ഞ പ്രമുഖ ടാറ്റ ഗ്രൂപ്പിലെ ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് 7%-ഓളം ഇടിഞ്ഞ് 1,015 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 4 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 8.75, ഡിവിഡൻഡ് ഈൽഡ് 0.30%, 52 വീക്കായി 1,179, 52 വീക്കിലോ 593. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഇന്ന് പുറത്തു വന്ന ഒരു പ്രധാന അപ്ഡേറ്റ് ആയിരുന്നു ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ ജൂലൈ മാസത്തെ സെയിൽസ് ഡേറ്റ. ജഗ്വാറിൻ്റെ സെയിൽസിൽ പ്രോഗ്രഷൻ ഒന്നും കാണുന്നില്ല. സെയിൽസ് ഏകദേശം ഫ്ലാറ്റായി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 1,046 യൂണിറ്റ് സെയിൽസ് ചെയ്തെടുത്ത് ഇപ്പോൾ 1,058 യൂണിറ്റിനാണ് സെയിൽ ചെയ്തത്. അതേസമയം ലാൻഡ് റോവറിൻ്റെ സെയിൽസിൽ 13%-ഓളം വർധനവുണ്ടായി. 4,470 യൂണിറ്റിൽ നിന്നും 5,063 ലാൻഡ് റോവറിൻ്റെ സെയിൽസ് ഉയർന്നിട്ടുണ്ട്. ലക്ഷറി കാർ സെയിൽസ് കഴിഞ്ഞ മാസത്തേക്കാളും ഉയർന്നിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ടോട്ടൽ സെയിൽസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ടോട്ടൽ സെയിൽസ് മന്ത് ടു മന്ത് 10.7% ഇടിഞ്ഞ് 80,633 യൂണിറ്റിൽ നിന്നും 71,996 യൂണിറ്റിലേക്ക് ഇടിഞ്ഞിരുന്നു. ഡൊമസ്റ്റിക് സെയിൽസിലും 11%-ഓളം ഇടിവ് റീസെൻ്റ്ലി വരികയും കൊമേഴ്സ്യൽ സെയിൽസ് 18%-ഓളം ഇടിഞ്ഞ് 32,944 യൂണിറ്റിൽ നിന്നും 27,042 യൂണിറ്റിലേക്കും പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ സെയിൽസ് 6% ഇടിഞ്ഞ് 44,275 യൂണിറ്റിലേക്കും എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന നെഗറ്റീവ് അപ്ഡേറ്റ് കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യത വർദ്ധിച്ചു എന്ന അപ്ഡേറ്റാണ്. മാർച്ച് മാസത്തിൽ കടം 16,000 കോടിയായിരുന്നു. അത് ജൂൺ ക്വാർട്ടർ ആയപ്പോൾ 18,600 കോടിയായി ഉയർന്നു. ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ നെറ്റ് ഡെപ്റ്റ് 7,700 കോടിയിൽ നിന്നും 10,500 കോടിയിലേക്ക് ഉയർന്നു. ടാറ്റ മോട്ടോഴ്സിന് മുകളിലുള്ള കടബാധ്യത കൂടിയതും അതുപോലെ തന്നെ സെയിൽസിൽ, പ്രത്യേകിച്ചും ലക്ഷറി കാർ സെയിൽസിൽ കമ്പനി റിമാർക്കബിൾ ഗ്രോത്ത് കൈവരിക്കാത്തതിൻ്റെയും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. അതേസമയം പ്രഭുദാസ് ലീലാധർ ഉൾപ്പെടെയുള്ള പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 1,284 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1000 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 960, 930, 900 തുടങ്ങിയ ലെവലുകളിലും അതിനുശേഷം 880 തുടങ്ങിയ ലെവലുകളിലും സ്റ്റോക്കിന് സപ്പോർട്ടുണ്ട്. സ്റ്റോക്ക് 1000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ 950-നടുത്ത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾക്ക് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ നൽകാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഭാരതി എയർടെൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. ഇന്നത്തെ ദിവസം ഭാരതി എയർടെൽ 1.6% ഇടിഞ്ഞ് 1,469-നടുത്ത് ക്ലോസിംഗ് നൽകി. 8 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 114, ഡിവിഡൻഡ് ഈൽഡ് 0.5, 52 വീക്കായി 1,536, 52 വീക്കിലോ 847. ടെക്നിക്കലി വളരെ മികച്ച സ്റ്റോക്ക് മികച്ച രീതിയിൽ അപ്വേർഡ് ട്രെൻഡ് ഫോളോ ചെയ്യുകയും ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഭാരതി എയർടെൽ. ഭാരതി എയർടെലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. മികച്ച പെർഫോമൻസാണ് കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. ഭാരതി എയർടെലിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 158% വർദ്ധിച്ച് 4,160 കോടിയായി മാറി. മാർക്കറ്റ് ഭാരതി എയർടെൽ എന്ന കമ്പനിയിൽ നിന്നും 3,661 കോടി രൂപയുടെ പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. ഇവിടെ പ്രോഫിറ്റ് 4,160 കോടിയായി മാറിയിട്ടുണ്ട്.
കമ്പനിയുടെ റവന്യൂവിൽ 3% വർധനവുണ്ടായി. റവന്യൂ 38,506 കോടിയായി ഉയർന്നിട്ടുണ്ട്. മാർക്കറ്റ് 38,523 കോടിയുടെ റവന്യൂ ആണ് പ്രതീക്ഷിച്ചത്. കമ്പനിയുടെ എബിറ്റ 1% ഉയർന്ന് 19,944 കോടിയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള റവന്യൂവിൽ കമ്പനി 10% വളർച്ച കൈവരിച്ചു. മൊബൈൽ സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂവിൽ 10% വളർച്ച കൈവരിച്ചു. എയർടെലിൻ്റെ ആഫ്രിക്കൻ ബിസിനസ്സിൽ കമ്പനി 8% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എയർടെലിൻ്റെ ഡിജിറ്റൽ TV ബിസിനസ്സിൽ കസ്റ്റമർ ബേസ് ഏകദേശം ഫ്ലാറ്റായി തുടരുകയും ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ആവറേജ് റവന്യൂ പെർ യൂസർ 200 രൂപ പെർ യൂസറിൽ നിന്നും 211 രൂപ പെർ യൂസർ എന്ന ലെവലിലേക്ക് ഉയർന്നത് കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിനെ എൻഷുവർ ചെയ്യുന്ന ഒരു പ്രധാന ഫാക്റ്റാണ്. ആവറേജ് റവന്യൂ പെർ യൂസർ ഉയർന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ്. ഭാരതി എയർടെൽ എന്ന സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1400 പ്രധാനപ്പെട്ടൊരു സപ്പോർട്ടാണ്. 1400 എന്ന ലെവൽ നഷ്ടമായാൽ സ്റ്റോക്ക് ചിലപ്പോൾ 1300, 1200 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിഞ്ഞേക്കാം. അതേസമയം ഹയർ സൈഡിൽ 1525 പ്രധാന റെസിസ്റ്റൻസ്, 1525 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് ഇപ്പോൾ തുടർന്നു വരുന്ന അപ്വേർഡ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്